ഞാൻ ഇന്നലെ യാദൃച്ഛികമാണ്, പള്ളിയുടെ പേരൊന്നും പറയുന്നില്ല, മലപ്പുറം ജില്ലയിൽപ്പെട്ട ഒരു പള്ളിയിൽ ജുമുഅക്ക് പങ്കെടുത്തു. ഞാൻ യാത്രക്കാരനാണ്, അതുകൊണ്ട് പരമാവധി എന്റെ ലക്ഷ്യത്തിലേക്ക് ജുമുഅ കഴിഞ്ഞ ഉടനെ എത്തണമെന്ന് കരുതി വഴിയിൽ നിന്ന് നിസ്കരിച്ച് യാത്ര തുടരാമെന്ന് കരുതി. അങ്ങനെ പള്ളിയിൽ പോകുമ്പോൾ, ഈ യാത്ര ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ആദ്യം വണ്ടിയിൽ നിന്ന് തന്നെ നമ്മുടെ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ അതൊക്കെ ആദ്യം തീർത്തു വെച്ചു. അൽക്കഹ് ഓതുക, സ്വലാത്ത് ഇല്ല, അതൊക്കെ. എന്നിട്ട് ആ സമയമാകുമ്പോൾ ഖുതുബക്ക് എവിടെയെങ്കിലും ഒന്ന് അങ്ങോട്ട് ഇറങ്ങാം. കാരണം യാത്രയിൽ അങ്ങനെയാണല്ലോ നമ്മൾ സമയത്തെ ക്രമീകരിക്കുക. അങ്ങനെ ബാങ്ക് കൊടുക്കുന്നത് കേട്ടു, അവിടെ ഇറങ്ങി. എന്തായാലും ഇപ്പൊ ഖുതുബ തുടങ്ങും എന്ന് കരുതി. സത്യം പറഞ്ഞാൽ ഞാൻ ഉളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചുപോയി അവിടെ ഇരുന്ന്. അതുകൊണ്ട് പിന്നെ ഇറങ്ങിപ്പോരാൻ വയ്യ. ഒരു പ്രസംഗം അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട്, ഖതീബ് പ്രസംഗം അങ്ങ് തുടങ്ങിയിട്ട് 12:25 തുടങ്ങിയ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത് 1:10. 1:10 വരെ പ്രസംഗിച്ചു. പിന്നെ നബാത്തിയ ഖുതുബ പൂർത്തിയാക്കി ഓതി. പിന്നെ നിസ്കരിച്ചു. പിരിഞ്ഞപ്പോഴേക്കും 1:45. എന്താണ് ഇതിന്റെ അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ചു. ഇത് ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ല. ഇതിനെതിരെ പല മഹല്ലുകളിലും ചെന്നൊന്ന് സംസാരിച്ചു നോക്കൂ. നല്ല സ്വബറുണ്ടെങ്കിൽ മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ മഹല്ലുകളിൽ ഇത്തരം ഏർപ്പാടുകൾ നടക്കുമ്പോൾ പറഞ്ഞുകൊടുത്ത ബാധ്യതയെങ്കിലും നമുക്ക് തീർക്കാൻ കഴിയണം. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അല്ലെ, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നു തോന്നുന്നിടത്ത് നമുക്ക് ഒന്ന് പറഞ്ഞാൽ അതിൽ മാറ്റം വരുമെങ്കിൽ എന്താ, പറഞ്ഞു നോക്കിക്കൂടെ? ജുമുഅക്ക് മുമ്പൊരു പ്രഭാഷണം. എന്താണ് ഇതിന്റെ വിധി? കറാഹത്താണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് ഖിലാഫില്ല. ഇനിയിപ്പോ ഞാനിതിങ്ങനെ സംസാരിക്കുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. മുമ്പ് പ്രസംഗം ഉണ്ടോ അറിയില്ല. ഇല്ലല്ലോ അല്ലെ? സംഗതി ഗൗരവത്തോടെ ആലോചിക്കണം. പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫില്ല. ഒരിക്കലും ഞാന് അതിരാവിലെ യാത്ര ചെയ്യാൻ, അപ്പൊ ഒരു സഹോദരൻ വണ്ടിക്ക് ഇങ്ങനെ കൈ കാണിച്ചു. ഞാനുണ്ടല്ലോ, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ വാഹനവുമായി പോകുമ്പോൾ ഒരാളെ വഴിയിൽ കണ്ടാൽ അയാളെ നിങ്ങളെ വാഹനപ്പുറത്തെടുത്ത് ലക്ഷ്യത്തിലെത്തിച്ചു കൊടുത്താൽ വലിയ പ്രതിഫലമുണ്ട്. ഹദീസിൽ കാണാം. വലിയ കൂലിയുള്ള കാര്യമാണ്. നമുക്ക് വലിയ മുടക്കുള്ള കാര്യമല്ല. ചിലര് കണ്ണും മുറുക്കി ചിമ്പി ഒറ്റ ചവിട്ടാ, അതൊന്നും കാണാറില്ല. അപ്പൊ നമ്മളിങ്ങനെ കൈ കാണിക്കുമ്പോ ആ സഹോദരനെ അതിരാവിലെ തന്നെ കയറ്റി. അപ്പൊ അദ്ദേഹം കയറി ഇങ്ങനെ ഇരുന്നു. സംസാരമൊക്കെ ഇങ്ങനെ തുടങ്ങിയപ്പോ അദ്ദേഹത്തെ പറ്റി മൊത്തത്തിലൊന്നും ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റി. അദ്ദേഹം എന്നെ പരിചയമുണ്ട്. അദ്ദേഹം ആ നിലക്ക് ഇങ്ങനെ സംസാരിച്ചു. എന്നെ കേട്ടു പരിചയമുണ്ട്, നേരിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഈ സഹോദരൻ എന്നോട് ചോദിച്ചു, ഉസ്താദേ, ഈ ഖുതുബയുടെ മുമ്പുള്ള പ്രസംഗത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഞാനിപ്പോ ഇതൊരു ഉദാഹരണം പറഞ്ഞപ്പോ പറഞ്ഞു പോയതാട്ടോ, ഈ വിഷയം പറയാൻ കരുതിയതല്ല. ജുമുഅയുടെ മുമ്പുള്ള പ്രസംഗത്തെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് മോശാണ്, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, മോശാണ് എന്ന് പറയരുത്, അതിന്റെ ഹുക്മ് പറയണം, അതിന്റെ നിയമം പറയണം. ഞാൻ പറഞ്ഞു, മോശാണെന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യാൻ പാടില്ലാത്തതല്ലേ, അത് ഒഴിവാക്കേണ്ടതല്ലേ, പിന്നെ അതിന്റെ ഹുക്മ് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ടോ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ
അത് അനിസ്ലാമികമാണെന്ന് ഫത്വ കൊടുത്തിട്ടില്ലേ എന്ന് വെറുതെ ഇങ്ങനെ ചോദിച്ചപ്പോ അയാൾ എടുത്ത വഴിക്ക്, അതുവരെ ഞാനിങ്ങനെ പരിചയപ്പെട്ടപ്പോ അയാൾ ആരാന്ന് ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ മരുന്ന് കൊടുത്തത്. അപ്പൊ ഇയാൾ പറഞ്ഞു, ശംസുൽ ഉലമ മുത്ലഖ് മുജ്തഹിദ് അല്ലല്ലോ, മദ്ഹബിലെ മുജ്തഹിദും അല്ലല്ലോ, മദ്ഹബിലെ മുജ്തഹിദും അല്ല, മുത്ലഖ് മുജ്തഹിദും അല്ല, പിന്നെ ശംസുൽ ഉലമന്റെ വാക്ക് നമ്മൾ മാനിക്കേണ്ടതില്ലല്ലോ, അതെന്തിന്? അപ്പോഴേക്ക് ശംസുൽ ഉലമയോടുള്ള ബഹുമാനമൊക്കെ കഴിഞ്ഞു. ഇത് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇതിന്റെ നിയമമാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ, ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിന്റെ നിയമം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, ഖിലാഫുൽ ഔലയാണെന്ന് പരമാവധി പറയാം, നല്ലതിനെതിരാണ്. ഞാൻ ചോദിച്ചു, നല്ലതിനെതിര് എന്ന് പറഞ്ഞത് വെള്ളിയാഴ്ച മെഹ്റാബിൽ എഴുന്നേറ്റ് നിന്നിട്ട് ചെയ്യേണ്ട കാര്യമാണോ? നല്ലതിനെതിര് അത് നല്ലത് ചെയ്യാനുള്ള സ്ഥലല്ലേ? നല്ലതിനെതിരെ വെള്ളിയാഴ്ച മെഹ്റാബിൽ എഴുന്നേറ്റ് ചെയ്യേണ്ടതാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ശേഷം ആളുകൾ ഇരിക്കൂല, മുമ്പായാലും കുറെ ആളുകളെ കിട്ടും, അതൊക്കെ വെറുതെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ നടക്കണോടത്ത് അതും കഴിഞ്ഞ് ഖുതുബയും കഴിഞ്ഞിട്ട് ആള് വരുള്ളൂ. അങ്ങനെയാണ് അതിന്റെ സ്വഭാവം. കേൾക്കാൻ വരുന്ന ആദ്യം വരും, അവര് ശേഷം പ്രസംഗിച്ചാലും ഇരിക്കും ചെയ്യും. അതിന്റെ സ്വഭാവം അതാണ്. ഏതാവട്ടെ, ഞാനിങ്ങനെ പറഞ്ഞപ്പോ അയാളോട് പറഞ്ഞു, ശരി, അപ്പൊ നിങ്ങളുടെ അഭിപ്രായപ്പോ ഖിലാഫുൽ ഔലയാണ്, നല്ലതിനെതിരെ. എന്നാൽ ഞാൻ നിങ്ങളോട് തിരിച്ചൊരു മസ്അല അങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ വിഷയം വിടുക. വെള്ളിയാഴ്ച അൽകഹ്ഫ് ഓതുന്നതിന്റെ വിധി എന്താ? ജുമാന്റെ മുമ്പ് ആളുകൾ ഇങ്ങനെ കടന്നു വരുന്ന ഒരു തഹിയ്യത്ത് നിസ്കരിക്കുമല്ലോ. തഹിയ്യത്ത് നിസ്കരിക്കുന്നവരുടെ മുമ്പിൽ നിന്ന് ഉറക്ക അൽകഹ്ഫ് ഓതുന്നതിന്റെ വിധി എന്താ? അൽകഹ്ഫ് ഓതൽ മുഅക്കദായ സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. ഉറക്ക അൽകഹ്ഫ് ഓതുന്നതിന്റെ വിധി എന്താ? ഇയാൾ പറഞ്ഞു, കറാഹത്താണ്, പാടില്ല. അത് ശരി, മുഅക്കദായ സുന്നത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അൽകഹ്ഫ് ഓതണമെന്ന് ആവശ്യപ്പെട്ട, ജുമാന്റെ മുമ്പ് തന്നെ ഓതണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ട അൽകഹ്ഫ് നിസ്കരിക്കുന്ന ആളുകൾക്ക് ശല്യം ഉണ്ടാകുന്ന വിധം ഉറക്ക ഓതൽ കറാഹത്താണ്. അല്ല, ഫത്ഹുൽ മുഈനിൽ കാണാം, ഹറാമാണെന്ന് തന്നെ പറഞ്ഞോളണം. ഇത് ഫത്ഹുൽ മുഈനിന്റെ വരിയാണത്. കറാഹത്താന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇത് ഹറാമ് തന്നെ ആവേണ്ട കേസാണ്. ഇത് അൽകഹ്ഫ് തഹിയ്യത്ത് നിസ്കരിക്കുന്നവരുടെ മുമ്പിൽ വെച്ച് ഉച്ചത്തിൽ ഓതൽ. ചിലരുണ്ടാവും വെള്ളിയാഴ്ച അൽകഹ്ഫ് ഉറക്കം ഓതുന്നോല്, ഉണ്ടെങ്കിൽ പതുക്കെ ഓതണം. അതും കൂടെ കൂട്ടത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു, ഓതണം എന്ന് റസൂലുള്ളാഹി ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഖിലാഫുൽ ഔലയല്ല, സുന്നത്താണ്. ഓതണമെന്ന് മുത്തുനബി ആവശ്യപ്പെട്ടതാണ്. ഇത് നിസ്കാരക്കാർക്ക് ശല്യം ഉണ്ടാകുന്ന വിധം ഉറക്ക ഓതൽ കറാഹത്താണ്, അല്ല ഹറാമാണെന്ന് തന്നെ പറയേണ്ടടുത്ത കഥയുള്ളത് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ പറയുന്നു ഖിലാഫുൽ ഔലയാണ്, നല്ലതിനെതിരാണ്, മോശാണ് ഈ സംഗതി മൈക്ക് വെച്ച് നിസ്കരിക്കുന്നവരുടെ മുമ്പിൽ വെച്ച് വെള്ളിയാഴ്ച ജുമുഅന്റെ മുമ്പ് ഈ ഖതീബ് ഓരിയിടുന്നത്, ഈ ഒച്ചയിട്ട് പ്രസംഗിക്കുന്നത് എന്ത് ഹറാമെന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു ചെയ്യാം. അപ്പൊ ഇയാള് പറഞ്ഞു, അങ്ങനെ ഒന്നുണ്ടോ? ഞാനത് അങ്ങനെ ആലോചിച്ചിട്ടില്ല, അങ്ങനെ ഒരു മസല ഉണ്ടല്ലോ അല്ലെ, എന്നാ പിന്നെ സംഗതി ആലോചിക്കേണ്ടത് തന്നെയാണ് എന്നയാൾ മറുപടിയും പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടാൽ സ്വാഭാവികമായിട്ടും നല്ല കരുത്തും സഹനശേഷിയും ഉണ്ടെങ്കിൽ മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ. കാരണം പറയുമ്പോഴേക്ക് അങ്ങ് സ്വീകരിക്കുന്ന ആർക്കും തോന്നണ്ട. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും സത്യം കൊണ്ട് ഉപദേശിക്കുകയും സത്യത്തിന് വേണ്ടി ക്ഷമയോടെ നിലകൊള്ളാൻ ഉപദേശിക്കുകയും ചെയ്യണം. ഈ 4 സംഗതികൾ ആരാണോ ജീവിതത്തിൽ പുലർത്തുന്നത് അവർ മാത്രമാണ് വിജയിച്ചത്, അല്ലാത്തവർ മുഴുവനും പരാജയത്തിലാണ് എന്ന് സൂറത്തുൽ അസ്ർ എന്നെയും നിങ്ങളെയും വിളിച്ചറിയിക്കുന്നു. ഇനി തഫ്സീർ നാളെ പൂർത്തിയാവുള്ളൂ. ഇന്ന് നമ്മൾ ഇനി തഫ്സീറിലേക്ക് വരിക, തുടങ്ങാം.
വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. നിശ്ചയം മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ് എന്ന് പ്രഖ്യാപിക്കാൻ അല്ലാഹു തആല ഈ പ്രസ്താവനക്ക് ചുവട് പിടിച്ചത് ഒരു വലിയ സത്യവാചകാണ്. നല്ല ഉറപ്പുള്ള ഒരു കാര്യം പറയുന്നതിന്റെ മുമ്പ് സത്യം ചെയ്ത് പറയും. ഖുർആന്റെ ശൈലിയാണ്. ഒരുപാട് പ്രസ്താവനകളുടെ മുമ്പ് സത്യവാചകങ്ങളുണ്ട്. അപ്പൊ ഈ സത്യവാചകം ഇവിടെ ഉപയോഗിച്ച സത്യവാചകം ഏതാ? ഓരോന്നും ഓരോ രൂപത്തിലാണ്. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദകറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ. ഒരു ഉദാഹരണം. രാവ് സാക്ഷിയാണ്, ഇരുട്ട്